തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി തകരാറിൽ ഇലക്ട്രിക് വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. സർക്യൂട്ട് ബ്രേക്കറിലെ ഈർപ്പമാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമായതെന്നാണ് കണ്ടെത്തൽ. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് DME ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, എങ്ങനെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ കണ്ടെത്തൽ? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് സാങ്കേതികമായി ഈ വിഷയം പഠിച്ചത്. ഇതിലാണ് ഇത്തരത്തിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ റൂം അത് വളരെ കാലപ്പഴക്കം ചെന്ന റൂമാണ്. അതുകൂടാതെ ഇത് ഭൂമിക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈർപ്പം തട്ടുന്നു. ആ രീതിയിൽ ഈർപ്പമുണ്ടായിരുന്നു ഈ ഇലക്ട്രിക്കൽ ഈ റൂമിൽ. അതുകൂടാതെ ഇത് ഷോർട്ട് സർക്യൂട്ടിനും ഡ്രിപ്പാകുന്നതിനും, അതായത് സ്വിച്ച് ഓണാക്കിയ ശേഷം വീണ്ടും സ്വിച്ച് ഇട്ടപ്പോൾ അത് ഇടവിട്ട് ഓഫാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യമാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. അതുകൂടാതെ 2 ജനറേറ്റർ ഉണ്ടായിരുന്നു. അതിൽ ഒരു ജനറേറ്റർ വളരെ കാലപ്പഴക്കം ചെന്നത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജനറേറ്ററിനെ നിരന്തരമായി സർവീസ് ചെയ്യാതെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നതിനാൽ ആ ജനറേറ്ററും തകരാറിലായി. ഇതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവധി ദിവസമായതിനാൽ ബദൽ ക്രമീകരണം ഒരുക്കുന്നതിന് കാലതാമസമുണ്ടായി. കാരണം ബദൽ ജനറേറ്റർ എത്തിക്കുന്നതിന് കാലതാമസമുണ്ടായി. എന്തായാലും ചില നിർദ്ദേശങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇനി ഈ ഭാഗത്ത് നിന്ന് ഇലക്ട്രിക്കൽ റൂം പൂർണ്ണമായി മാറ്റണം, പൂർണ്ണമായി ആധുനികവൽക്കരിക്കണം, പൂർണ്ണമായി ഇലക്ട്രിക് സംവിധാനങ്ങളും വയറിംഗ് സംവിധാനങ്ങളും മാറ്റണം. ഇത്തരത്തിൽ ഓരോ 6 മാസം കൂടുമ്പോഴും സർവീസ് നടത്തണം എന്നുള്ള നിർദ്ദേശവും നൽകുന്നു. ഈ റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. ആശുപത്രി അധികൃതർ ചികിത്സ മുടങ്ങാതിരിക്കാനുള്ള വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ.